ഇന്ന് നമ്മൾ മെഷർ തിയറിയുടെ അടുത്ത ഒരു സെക്ഷനിലോട്ട് കിടക്കുകയാണ്. We will move on to a theorem. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. The following statements are equivalent. നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഇക്വലന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് is measurable. Second statement is for every epsilon greater than 0, there exists O, an open set O, superset of E such that m star of O minus E is less than or equal to epsilon. Third statement, there exists G, a G delta set, G superset of E such that m star of G minus E is equal to 0. The fourth one, for epsilon greater than 0, there exists F, a closed set F, subset of E such that m star of E minus F is less than or equal to epsilon. And the fifth statement is, there exists F, an F sigma set, F subset of E such that m star of E minus F is equal to 0. നമുക്ക് ഈ 5 സ്റ്റേറ്റ്മെന്റ്സും ഇക്വലന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വലൻസി പ്രൂവ് ചെയ്യുന്നത്? We will prove that 1 implies 2, 2 implies 3 and 3 implies 1. Okay. അതിനുശേഷം 1 implies 4, 1 implies 5, then 5 implies 1 എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് എന്താവും? ഈക്വലന്റ് ആവും. അപ്പോൾ ഫസ്റ്റ് വി ആർ മൂവിങ് ടു ദ പ്രൂഫിലോട്ട് പോവാണ്. 1 implies 2. ഓക്കെ, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇറ്റ്? ഈസ് മെഷറബിൾ. ഇനി നമ്മൾ രണ്ട് കേസായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണെന്നും measure of E is equal to infinite. Okay, അപ്പോൾ measure of E finite എന്ന് പറഞ്ഞാൽ എന്താണ്? Measure of E is less than infinite. Okay, in this case, we have already proved that there exists an O. Example 2 ൽ പറയുന്നുണ്ട്, there exists an open set O, superset of E such that m star of O is less than or equal to m star of E ആണ്. പക്ഷെ ഇവിടെ measurable ആയതുകൊണ്ട് m of E എഴുതി മൈനസ് എന്തെന്നാ പ്ലസ് എപ്സിലോൺ. റൈറ്റ്, നമുക്കറിയാം O is a subset, O is a superset ആണ്. ഇത് E ആയിരിക്കും. ഇതെന്ന് പറയുന്നത് O മൈനസ് E ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓനെ എങ്ങനെ എഴുതാം? E യൂണിയൻ O മൈനസ് E ആയിട്ട് എഴുതാം. റൈറ്റ്, then taking measure on both sides, m star of O is equal to disjoint set ആയത് കാരണം countably additive ആവും, plus m star of O minus E. നമ്മൾ m of എഴുതുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, മെഷറബിൾ ആയത്. From there, we can write m star of O minus E. What is m star of O minus E? We will get m star of O minus m of E. But we have m star of O already നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. So we have m of E minus plus epsilon minus m of E. Finite ആയ കാരണം ക്യാൻസൽ ചെയ്ത് പോകും. This is less than or equal to epsilon. So നമ്മൾ ഒരു കേസിൽ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത കേസ് എന്ന് പറയുന്നത് m of E എന്തായിട്ട് എടുക്കുകയാണ്? ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, m of E is infinite. നമുക്കറിയാം ആറിന്റെ റിയൽ നമ്പറിനെ എപ്പോഴും നമുക്ക് we can write as the union of disjoint finite intervals ആയിട്ട് എഴുതാൻ പറ്റും. ആറിന് എങ്ങനെ എപ്പോഴും എഴുതാൻ പറ്റും? യൂണിയൻ ഓഫ് disjoint finite intervals. അപ്പൊ അവിടെ ins എന്താണ്? ഡിസ്ജോയിന്റുമാണ്, എന്തുമാണ്? ഫൈനൈറ്റുമാണ്. റൈറ്റ്, let En is equal to E intersection In. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോള, ഈ മെഷറബിൾ ആണ്. In എന്ന് പറയുന്നത് എന്താണ്? ഇന്റർവെൽ ആണ്. സോ ദാറ്റ് ഈസ് മെഷറബിൾ. റൈറ്റ്, ഈ ഇന്റർസെക്ഷൻ In എന്തായി? മെഷറബിൾ ആയി. സോ En എന്തായിരിക്കും? മെഷറബിൾ ആണ്. ആൻഡ് വാട്ട് അബൌട്ട് En എന്നുള്ള സെറ്റ് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? In എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, E എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. സോ എനിവേ ഈ ഇന്റർസെക്ഷൻ In എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. അപ്പം En കുറിച്ച് നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. En മെഷറബിളുമാണ്, ഫൈനൈറ്റുമാണ്. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. റൈറ്റ്, അപ്പൊ En മെഷറബിൾ ആണ്, En ഫൈനൈറ്റ് ആണ്. അപ്പൊ ആദ്യം നമ്മളിപ്പോ പ്രൂവ് ചെയ്ത് ഇവിടെ വരെ എത്തിയുള്ള കേസ് ആര് സാറ്റിസ്ഫൈ ചെയ്യും? En സാറ്റിസ്ഫൈ ചെയ്യും. റൈറ്റ്, then by above part എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് above part അപ്ലൈ ചെയ്യാൻ പറ്റും. There exists an open set O.
ഓക്ക് പകരം ഇവിടെ ON എടുക്കുകയാണ്, which is a superset of EN such that M star of ON minus EN എന്തായിരിക്കും? Less than or equal to epsilon. Epsilon ആണ് വരുന്നത്. നമ്മൾ epsilon raised to by 2 raised to n എടുത്തു. Okay, fine. And let O is equal to, നമുക്ക് ഓപ്പൺ സെറ്റ് ആണല്ലോ വേണ്ടത്, n is equal to 1 to infinity ON. കുഴപ്പമില്ലല്ലോ. ON എന്ന് പറഞ്ഞാൽ ഓപ്പൺ സെറ്റ് ആണ്. അങ്ങനെയുള്ള ഓപ്പൺ സെറ്റുകളുടെ കൗണ്ടബിൾ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏത് തന്നെയാണ്? ഓപ്പൺ സെറ്റ് ആണ്. Right? This is an open set. ഓരോ കണ്ടീഷനായിട്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. there exists an open set എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? O minus E ആണ് വേണ്ടത്. Right? We need O minus E. നോക്കിക്കോളാം. We have E is equal to, E നോക്കിക്കേ, E intersect, En is equal to, what is it? E intersection In. Is it right? So, what is union En? Union En is union E minus In. Right? Which is equal to, what is it? It is E minus intersection, what is it? Ri മാറും. E intersection union In ആയി മാറും. ആണല്ലോ, which is equal to E intersection R, which is equal to, what is it? R. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് യൂണിയൻ En എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? ഇന് ഈക്വൽ ആണ്. Is it right? So O minus E നെ നമുക്ക് എങ്ങനെ എഴുതാം? We can recognize what is O. O is union N is equal to 1 to infinity ON minus E നെ എങ്ങനെ എഴുതാം? Union N is equal to 1 to infinity, what is it? En. Is it right? This will be a subset of union N is equal to 1 to infinity ON minus En. Okay, then taking measure on both sides, what will you get? M star of O minus E will be less than or equal to outer measure property അനുസരിച്ച് M star of union N is equal to 1 to infinity ON minus En. Right? Again, we can apply this one less than or equal to sigma N is equal to 1 to infinity M star of ON minus En. Right? We have taken M star of ON minus En is less than or equal to sigma N is equal to 1 to infinity epsilon by 2 raised to N. Right? Taking summation 1 by 2 raised to N, then 1 varum, which is less than or equal to epsilon. Okay. Now, finite case, infinite case, M star of O minus E less than or equal to epsilon. So, we have proved that 1 implies 2. Now, one case prove it. Next, we are going to prove 2 implies 3. 2 implies 3. What is 2? 2 in the for epsilon greater than 0, there exists an open set, superset of E with M star of O minus E is less than epsilon or equal to epsilon. What do you have to show? We have to show that there exists a G delta set. അപ്പോൾ നമുക്ക് G delta sets നെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയായിരിക്കുമല്ലോ. G delta sets എന്താണ്? Countable intersection of open set. Right? So, ഇതിൽ നിന്ന് നമ്മൾ we are taking a collection of open sets ON. Okay, for each n, let ON be the open set such that ON superset of E and M star of ON minus E is less than 1 by n. Epsilon പകരം 1 by n എടുത്തു. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് സെറ്റിന്റെ കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ആയിട്ട് നമ്മൾ എന്തെടുത്തു? ജിനെ എടുത്തു. Okay, that means this is a G delta set. Right? അപ്പോൾ G delta set ആണ്. Okay, അപ്പോൾ നമുക്ക് there exists a G delta set എന്ന് കിട്ടി. Right? Also, we have E is a subset of ON. Right? For each n നമ്മൾ എങ്ങനെ എടുത്തു? ON. E is a subset of ON. For each n. എല്ലാ എന്നിലും ആരുണ്ട്? എല്ലാ ONലും ആരുണ്ട്? E ഉണ്ട്. അങ്ങനെയാണെങ്കിൽ E എവിടെയും ഉണ്ടായിരിക്കും. ഇന്റർസെക്ഷൻ n is equal to 1 to infinity ON ഉണ്ടായിരിക്കുമല്ലോ. Right? What is intersection n is equal to 1 to infinity? We have taken that as G. Therefore, E is a subset of G. G is a subset of E. Right? Therefore, that we can say take G minus E edukalo.
Okay, then we have to find നമുക്ക് എന്താ there exist and G delta set എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? M star of G minus C ആണ് വേണ്ടത്. Is it right? വേണ്ടത് ഏതാണ്? M star of G minus C ആണ്. So G minus C നമുക്ക് കൺസിഡർ ചെയ്യാം. G minus C, right? G is a subset of എന്താണ്? ON ആണ്. Right? So G minus E will be a subset of what is it? ON minus E ആയിരിക്കുമല്ലോ. So from here, taking measure, we have M star of G minus E by measuring the property അനുസരിച്ച് less than or equal to M star of ON minus E. M star of ON minus E നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് 1 by N for each N. Right? As N tends to infinity, what will you get? M star of G minus E will be equal to what is it? 0. Okay, we have proved that M star of G minus E is equal to 0 where G is a G delta set. Now we will prove that 3 implies 1. Next we are going to prove 3 implies 1. Third part we have E is a subset of G. ആണല്ലോ അപ്പോ നമുക്ക് നോക്കിക്കോളാം E അകത്താണ്. This is G, this is G minus E. നമുക്ക് E ആണ് വേണമെങ്കിൽ what is E? E is G minus E. ആണല്ലോ G യിൽ നിന്ന് ഈ പോർഷൻ കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? E കിട്ടും. Is it right? ഇവിടെ G delta set ആണ്. Is it right? G minus E measurable ആണ്. G minus E measurable ആവാൻ കാര്യം എന്താ? നമുക്കറിയാം M star of G minus E is equal to 0 ആണെങ്കിൽ ആര് measurable ആയിരിക്കും? From the theorem we have example M star of E equal to 0 ആണെങ്കിൽ E എന്തായിരിക്കും? Measurable ആയിരിക്കും. So from there G യും measurable ആണ്. G minus E യും എന്താണ്? Measurable ആണ്. Right? അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? G intersection G minus E complement. Right? Measurable sets in the intersection measurable ആണല്ലോ. So what is it? E is also measurable. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? We proved that 3 implies 2. Okay? അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ F sigma സെറ്റും ക്ലോസ്ഡ് സെറ്റും F sigma സെറ്റിന്റെയുമാണ് ഇനി അടുത്ത നമ്മൾ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും എടുക്കാൻ പോകുന്നത് 1 implies 4 എന്നാണ് നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 implies 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E is measurable. Okay. Why are going to prove that 1 implies 4? What is 1? 1 is E is measurable. It is given. നമുക്കിനി ക്ലോസ് സെറ്റ് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. Right? E measurable ആണെങ്കിൽ E complement എന്തായിരിക്കും? Measurable ആയിരിക്കും. Right? So since E is measurable, 2 is right. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? Given epsilon greater than 0 from part 1 there exists an open set O ആണല്ലോ which is a superset of E complement with what is it? M star of O minus E complement എന്തായിരിക്കും? Less than or equal to what is it? Epsilon ആയിരിക്കും. Is it right? ഇനി അടുത്ത O minus E complement നമ്മൾ സെറ്റ് തിയറി ആണ് നോക്കുന്നത്. O minus E complement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O intersection what is it? E complement the whole complement ആണ്. That is what is it? O intersection E ആണ്. So we have got അപ്പോൾ എന്താ? O minus E complement. And also E minus O complement is equal to what is it? E intersection O. The complement, the whole complement is O. Right? E intersection O. This is also what is it? O intersection E. നോക്കിക്കേ അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് എഴുതാം? O minus E complement is equal to E minus O complement. ആ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. We have O minus E complement will be equal to E minus O complement. Complement of O. Right? O എങ്ങനത്തെ സെറ്റ് ആണ്? O എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് ആണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
of course will be a closed set. അപ്പോൾ നമുക്കൊരു closed set എടുക്കുകയാണ്. We have taking F as complement of O, which is closed. അപ്പോൾ നമുക്കൊരു closed set കിട്ടി. ഓക്കെ, നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഒരു ക്ലോസ് സെറ്റ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല എഫ് ഷുഡ് ബി സബ്സെറ്റ് ഓഫ് ഇ ആയിരിക്കണം. എഫ് കോംപ്ലിമെന്റ് ഒരു ക്ലോസ് സെറ്റ് കിട്ടി. ഇനി നമുക്ക് കാണിക്കേണ്ടത് എഫ് സബ്സെറ്റ് ഓഫ് ഇ ആണെന്ന് കാണിക്കണം. ശരിയാണോ നോക്കാം. വി ഹാവ് O is a superset of E complement. Right? നമ്മൾ എടുത്തത് അങ്ങനെയാണല്ലോ. There exists, നോക്കിക്കേ ഇവിടെ, O is a superset of E complement. So taking complement എടുക്കുമ്പോഴത്തേക്കും complement on both sides എടുക്കുമ്പോൾ നമ്മുടെ inequality ചേഞ്ച് ചെയ്യും. So O complement ആരുടെ സബ്സെറ്റ് ആയി മാറി? ഇയുടെ സബ്സെറ്റ് ആയി മാറി. Is it right? What is F? F is O complement. Right from here, F is a subset of, what is it? E. Okay, അപ്പോൾ നമ്മുടെ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. എന്താണ്? ഒരു ക്ലോസ് സെറ്റ് ആണ്, such that F subset of E. Okay. Then ഇനി അടുത്ത നമുക്ക് വേണ്ടത് M star of E minus F ആണ് വേണ്ടത്. Is it right? We can write this as M star of E minus F എന്താണ്? O complement ആണ്. Complement of O. Right? Which is equal to M star of E minus O complement in എന്തിന് ഈക്വൽ ആണ് നമ്മൾ എഴുതി? E minus O complement is equal to O minus E complement. Right? O minus E complement. ഇതാണ് നമ്മൾ തുടങ്ങിയത്. നോക്കിക്കേ, we have started like this, which is less than epsilon, which is less than or equal to epsilon. അപ്പോൾ നമ്മുടെ മൂന്ന് കണ്ടീഷനും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഒരു ക്ലോസ് സെറ്റ് ഉണ്ടെന്ന് കിട്ടി, അതാരുടെ സബ്സെറ്റ് ആണെന്ന് കിട്ടി, ഇയുടെ സബ്സെറ്റ് ആണെന്നും കിട്ടി. പിന്നെ എന്താ കിട്ടിയത്? എം സ്റ്റാർ ഓഫ് ഇ മൈനസ് എഫ് എന്തെന്നും കിട്ടി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നും കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? 1 implies what is it? 4 എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് 4 implies 5. റൈറ്റ്? അപ്പോ എഫ് സിഗ്മ സെറ്റ് ഉണ്ടെന്നാണ് പറയാൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ 4 എന്താ പറയുന്നത്? There exists a closed set for epsilon greater than 0. What is it? There exists a closed set F which subset of E with എന്താണ്? M star of E minus F എന്താണ്? Less than or equal to epsilon. Right? നേരത്തെ കേസ് എടുത്തതുപോലെ തന്നെയാണ് നമ്മളിവിടെ ഈ എന്താ we are taking a positive integer n. നമ്മൾ എടുക്കുകയാണ്, we are taking closed set in F and subset of E with M star of E minus Fn എന്താണ്? Less than or equal to നേരത്തെ പോലെ less than എന്തെടുക്കുക? 1 by n. Okay, അപ്പോ what is F sigma set? Union of, what is it? Countable union of closed set. So we can take this F is equal to, what is it? Union n is equal to 1 to infinity Fn. See, Fn closed set ആണ്, എന്റെ countable union ആണ് എടുത്തത്. So F is a എന്തായി? F sigma set. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കിട്ടി? We have got an F sigma set. Now we have got the F sigma set. ഇനി നമുക്ക് അടുത്ത കാണിക്കേണ്ടത് എന്താണ്? F subset of E എന്നാണ് കാണിക്കേണ്ടത്. Right? We have taken, നമ്മൾ തുടങ്ങുന്നത് എന്താണ്? Fn is a subset of, what is it? Fn is a subset of E. Then union Fn എന്തായിരിക്കും? Subset of E ആയിരിക്കുമല്ലോ, for each n ആണ്. So union Fn also will be a subset of, what is it? E. What is union F? That is F. F will be a subset of E. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. F sigma set ഉണ്ട്, അത് F subset of E ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട എന്താണ്? M star of E minus F. Right? We have F is a subset of E. അപ്പോൾ F അകത്ത് this is E and this is E minus F. Right? So M star of E is equal to, what is it? M star of F
plus m star of e minus f, right? Countable, this is disjoint sets are. So from there, what is m star of e minus f? That is m star of e minus m star of f, right? Which is equal to m star of e minus m star of union fn, right? നമുക്കറിയാം fn എന്ന് പറഞ്ഞാൽ ആരുടെ സബ്സെറ്റ് ആണ്? യൂണിയൻ fന്റെ സബ്സെറ്റ് ആണ്. So pressure എടുക്കുമ്പോൾ m star of fn will be less than or equal to m star of union fn, right? ഒരു നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നത്. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടും m star of fn minus fn will be greater than or equal to minus m star of union fn. So m star of union fn less than or equal to minus f star of നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m star of e ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് അപ്പോൾ എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു m star of fn. റൈറ്റ്? ഈ പ്രോപ്പർട്ടി നമ്മൾ വീണ്ടും അപ്ലൈ ആണ്. ഇവിടെ എഫിന് ഇത് fn ആണ്. ഈ fn സബ്സെറ്റ് ഓഫ് e അല്ലേ? സെയിം പ്രോപ്പർട്ടി നമുക്ക് വീണ്ടും ഇവിടെ അപ്ലൈ ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? m star of e minus fn എന്ന് എഴുതാൻ പറ്റും. What is m star of e minus f? That is we have taken as less than 1/n, right? As n tends to infinity, this will tends to 0. Therefore, we have got m star of e minus f in the 0. So, we have proved that 4 implies 5. ഇനി ഒരു കേസും കൂടെ പ്രൂവ് ചെയ്താൽ നമ്മുടെ പ്രോബ്ലം തീരും. We have to prove that 5 implies 1. Right? 5 എന്താ പറയുന്നത്? We have got an f sigma set such that m star of e minus f is equal to 0 and f is a subset of e. ആണല്ലോ? So we can write e നെ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് തിയറി ഇത്രയും ദിവസം നേരെ നമ്മൾ എഴുതിയ പോലെ തന്നെയാണ്. E is equal to what is it? F union what is it? E minus f. Is it right? f sigma ഇത് f sigma സെറ്റ് ആയതാണ്. ഇത് മെഷറബിൾ ആണ്. E minus f മെഷറബിൾ ആണ്. E minus f മെഷറബിൾ എവിടെന്നാ കിട്ടിയത്? മെഷർ 0 ആയെങ്കിൽ ഓഫ് കോഴ്സ് ആ സെറ്റ് എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? E minus f എന്തായിരിക്കും? മെഷറബിൾ, റൈറ്റ്? അപ്പൊ രണ്ട് മെഷറബിൾ സെറ്റിന്റെ യൂണിയൻ എപ്പോഴും എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. സോ വി ഹാവ് ഗോട്ട് E is measurable. I hope you understand. നമ്മളിപ്പോ എന്താ ഇവിടെ പ്രൂവ് ചെയ്തത്? We have proved that all these 5 statements are equivalent. Okay. അപ്പോൾ ഈ ലാസ്റ്റ് 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഗുലർ മെഷർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ റെഗുലർ മെഷർ? എ നോൺ നെഗറ്റീവ് കൗണ്ടബിളി അഡിറ്റീവ് സെറ്റ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ഫ്രം 2 to 5 ഈസ് സെഡ് ടു ബി എ റെഗുലർ മെഷർ. ഓക്കെ. അപ്പോൾ ഒരു സെറ്റ് ഫംഗ്ഷൻ കൗണ്ടബിളി അഡിറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഫംഗ്ഷൻ റെഗുലർ മെഷർ ആവണമെങ്കിൽ ഈ 5 സാറ്റിസ്ഫാക്ഷൻസും എന്തായിരിക്കും? സാറ്റിസ്ഫൈ ചെയ്യും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു ഫോർ ലിസണിങ്.